ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷൻ രഹസ്യമായി ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി തൻ്റെ പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷമങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. അവർ വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. സ്ത്രീകൾ കുറച്ചുകൂടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തൻ്റെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വൈഫ് ഹൗസ് വൈഫ് ആയിരിക്കും, ജോലിയൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഭാഗത്ത് നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക? ഒന്ന്, ഈ പുരുഷൻ എടുക്കുന്ന എഫേർട്ട് ഉണ്ടായിരിക്കും. അഥവാ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് വേണ്ടി, ജീവിത മാർഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു എഫേർട്ടിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, വീട്ടിൽ വരുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവ് എനർജി നൽകുക, ഇമോഷണലി മെൻ്റലി നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു ഹൗസ് വൈഫിൽ നിന്നും കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചില കേസുകളിൽ ഭാര്യമാർ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ആ ഒരു കോൺട്രിബ്യൂഷനും തീർച്ചയായിട്ടും തൻ്റെ പാർട്ട്ണർക്ക് വളരെയധികം സഹായകരമായിരിക്കും. ജോലിയുള്ള പാർട്ട്ണറാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് തൻ്റെ പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. പുരുഷന്മാർ രഹസ്യമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇനി അതുപോലെ തന്നെ പുരുഷൻ തൻ്റെ പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡേറ്റിങ്ങിനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്യുന്നതിനും കോൾ ചെയ്യുന്നതിനുമൊക്കെ ഒരു മുൻകൈ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതവർ രഹസ്യമായി ആഗ്രഹിക്കുന്നതായിരിക്കാം. അവർ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞോളണം എന്നില്ല. പക്ഷേ നിങ്ങൾ കുറച്ചു ടൈം ഡിലേ ആകുന്ന സമയത്ത് ജസ്റ്റ് വിളിച്ച് ചോദിക്കുക എവിടെയാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി മൂന്നാമതായിട്ട് അവർ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഈ ബഹുമാനം എന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർ എടുക്കുന്ന എഫേർട്ടിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണോ, നമുക്കറിയാം പല ആളുകൾക്കും പല രീതിയിലുള്ള ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടായിരിക്കാം, പല നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും ഒരു മനുഷ്യൻ അത്രത്തോളം 100% പ്യുവർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ കുറവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഭർത്താവിന് നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഭർത്താവ് എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനെയാണ് ഭർത്താവിനെ ബഹുമാനിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അദ്ദേഹം എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. 2, അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് അവർ രഹസ്യമായി ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയാസൊക്കെ വളരെയധികം ഡെവലപ്പ് ആയതിനു ശേഷം ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം സുപരിചിതമാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിലെ ഓരോ ആളുകളെ ഇങ്ങനെ കാണുന്ന സമയത്ത് മറ്റുള്ള സ്ത്രീകളുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് അതുപോലെ ആകണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തൻ്റെ ഭർത്താവിനോടുള്ള ആ ഒരു കെയറും അപ്രോച്ചും ഒക്കെ കുറഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ അതിങ്ങനെ കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് അതിൽ തന്നെ ഒരു അഡിക്ഷൻ വന്ന് മൊബൈൽ ഫോൺ തീരെ കയ്യിൽ നിന്നും വെക്കാത്ത ഒരു മാനസികാവസ്ഥയിലൊക്കെ ആയി മാറും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുരുഷൻ ഈ ഭാര്യയുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ദാമ്പത്തിക ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉടലെടുക്കും. അപ്പോൾ ഇവിടെ പുരുഷൻ രഹസ്യമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ
മറ്റുള്ള സ്ത്രീകളുമായി കമ്പയർ ചെയ്തുകൊണ്ട് ആ സ്ത്രീകളെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഇവരിലോട്ടുള്ള കോൺസെൻട്രേഷൻ കുറയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോപ്പ് കമ്പയറിങ് അഥവാ മറ്റുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. അവളായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പുരുഷന്മാർ രഹസ്യമായി ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഡിമാൻഡിങ് സ്റ്റാർട്ട് ആസ്കിങ് എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും അവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അതിന് വാശി പിടിക്കുക, എനിക്കത് കിട്ടിയേ മതിയാകൂ എന്നുള്ള രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കിക്കൊണ്ട് അത് സോഫ്റ്റായിട്ട് എനിക്ക് ഇന്നൊരു പർപ്പസ് ഉണ്ട്, എനിക്കത് ചെയ്യണമെന്നുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഡിമാൻഡ് ചെയ്യുന്നതിന് പകരം ചോദിക്കുക, ഇതാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് അവർ രഹസ്യമായി ആഗ്രഹിക്കുന്നത് കൺഫേം ആൻഡ് അഫേം ദാറ്റ് യു വാണ്ട് ഹിം എന്നുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലൊരു അഫേം കിട്ടുന്ന രീതിയിൽ അവരോട് പെരുമാറുക. അത് വാക്കുകൾ കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നു വിചാരിക്കുക. ആ ഗിഫ്റ്റ് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതിന് ശേഷം അതിന് നന്ദി അറിയിക്കുകയും ചെയ്യുക. സന്തോഷത്തോടു കൂടി വാങ്ങിക്കുക, താങ്ക്സ് പറയുക. അങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്കും വളരെ വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിലും ആ വ്യക്തിയെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ കൺഫർമേഷനും അതുപോലെ തന്നെ അഫേം ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലെല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുകയും നല്ല വാക്കുകൾ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ആ ഒരു ജീവിതത്തെ പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതും പുരുഷന്മാർ രഹസ്യമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും സത്യം പറയണം എന്നുള്ളതാണ്. എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും കള്ളം പറയാതെ സത്യം പറയുക. സത്യമല്ല പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബിഹേവിയറിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കള്ളത്തരം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വരുത്താൻ സാധ്യതയൊരുക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പുരുഷന്മാർ രഹസ്യമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ഓപ്പൺ ടു അഡ്വഞ്ചർ എന്നുള്ളതാണ്. അഥവാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾമോസ്റ്റ് 90% ആളുകളും കൂടുതൽ യാത്ര ചെയ്യുക, കൂടുതൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ അതവർക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് തൻ്റെ പുരുഷൻ രഹസ്യമായി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. 8 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഈ കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ള വ്യക്തികളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ മറ്റോ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിവേ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.